ഹായ് എല്ലാവർക്കും നമസ്കാരം. ഒരു സേഫ്റ്റി ഓഫീസറിൻ്റെ ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു ഹെൽമെറ്റ് ഇടാൻ പറയുന്നത് മാത്രമാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കെല്ലാവർക്കും അറിയാം, ഒരു ചെറിയ ഒരു അശ്രദ്ധ കൊണ്ട് ഒരു കുടുംബത്തിൻ്റെ ഭാവി പോലും മാറിപ്പോയേക്കാം അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് ഒരു യഥാർത്ഥ HSC പ്രൊഫഷണൽ ഓരോ ദിവസവും ഓരോ ആൾക്കാരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു യഥാർത്ഥ HSC പ്രൊഫഷണൽസിൻ്റെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ എൻ്റെ തൊട്ടിപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടണൂടെ മറക്കാതെ പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോഴെന്തായാലും സമയം കളയുന്നില്ല, നേരെ സബ്ജക്റ്റിലേക്ക് പോകാം. ഈ പല ആൾക്കാരും ചിന്തിച്ച് വെച്ചിരിക്കുന്നത് എന്താ അറിയോ? ഈ സേഫ്റ്റി ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PPs ഒക്കെ ചെക്ക് ചെയ്യുകയും അതുപോലെ തന്നെ ഈ പെർമിറ്റ് ഒക്കെ സൈൻ ചെയ്യുകയും അതുപോലെ തന്നെ തൊഴിലാളികളോട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയുകയും ചെയ്യുന്ന ഒരാളായിട്ടാണ് അല്ലേ? പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ HSC പ്രൊഫഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനിയിലെ ഓരോ ജീവനക്കാരൻ്റെയും ജീവൻ സുരക്ഷിതമാക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു യഥാർത്ഥ സേഫ്റ്റി പ്രൊഫഷണൽ ആദ്യം എന്തായിരിക്കും ചെയ്യുന്നത്? ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ അല്ലേ? അപ്പോൾ ഒരു ജോലി സ്ഥലത്ത് എന്തൊക്കെ അപകടങ്ങൾ ഉണ്ടാകും എന്നുള്ളത് മുൻകൂട്ടി കണ്ടെത്തി അതിന് വേണ്ട നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കടമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു അപകടം സംഭവിച്ച ശേഷം ഒരു അന്വേഷണം നടത്തുന്നതിനെക്കാട്ടും നല്ലതാണ് അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്നത് അല്ലേ? സത്യത്തിൽ അതാണ് യഥാർത്ഥ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഈ എല്ലാ ജോലികളും ഉണ്ടല്ലോ, നിയമങ്ങൾക്കും സ്റ്റാൻഡേർഡുകൾക്കും അനുസരിച്ചിട്ടാണോ നടക്കുന്നത് എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം ആരുടെയാണ്? ഈ HSC പ്രൊഫഷണൽസിൻ്റെ ഉത്തരവാദിത്തമാണ്. മനസ്സിലായില്ലേ? പെർമിറ്റ് വർക്ക്, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ലോട്ടോ, പിന്നെ ഹോട്ട് വർക്ക് പെർമിറ്റ്, പിന്നെ അതുപോലെ തന്നെ കൺഫൈൻഡ് സ്പേസ് എൻട്രി, പിന്നെ അതുപോലെ തന്നെ ഫയർ സേഫ്റ്റി തുടങ്ങിയിട്ടുള്ള എല്ലാ സുരക്ഷാ നടപടികളും കൃത്യമായി പാലിക്കുന്നുണ്ടോ എന്ന് നിരന്തരം ചെക്ക് ചെയ്യേണ്ടതും ഇവരുടെ ഉത്തരവാദിത്തമാണ്. ഒരു നല്ല സേഫ്റ്റി യൂസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും നിയമങ്ങൾ പറയുന്ന ആൾ മാത്രമൊന്നുമല്ല, തൊഴിലാളികളെ ബോധവൽക്കരിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ് എന്ന് വേണേൽ പറയാം അല്ലേ? ടൂൾ ബോക്സ് സ്റ്റോക്ക്, പിന്നെ അതുപോലെ തന്നെ സേഫ്റ്റി ട്രെയിനിങ്, എമർജൻസി ഡ്രില്ല് എന്നിവയിലൂടെ ഓരോ തൊഴിലാളിയിലും ഒരു സേഫ്റ്റി കൾച്ചർ വളർത്തുകയാണ് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? കാരണം ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ഈ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. അതുപോലെ തന്നെ ഈ എന്തെങ്കിലും അപകടമോ അല്ലെങ്കിൽ നിയർ മിസ്സോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള കാരണങ്ങളൊക്കെ കണ്ടെത്തിയിട്ട് ഭാവിയിൽ അത് ആവർത്തിക്കാതിരിക്കാനുള്ള കറക്റ്റീവായിട്ടുള്ള ആക്ഷൻ എടുക്കുന്നതും ഈ HSC പ്രൊഫഷണൽസിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. മനസ്സിലായില്ലേ? ഈ അന്വേഷണവും കാര്യങ്ങളൊക്കെ നടത്തുന്നത് ആരും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടൊന്നുമല്ല, ഫ്യൂച്ചറിൽ കൂടുതൽ അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതുകൂടാതെ പരിസ്ഥിതി സംരക്ഷണം, മാലിന്യ നിയന്ത്രണം, തൊഴിലാളികളുടെ ആരോഗ്യം, പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ സർവൈലൻസ്, തുടർച്ചയായിട്ടുള്ള സേഫ്റ്റി ഇമ്പ്രൂവ്മെൻറ്റ് എന്നിവയിലൊക്കെ ഉണ്ടല്ലോ ഈ HSC ടീം എപ്പോഴും സജീവമായിരിക്കും. മനസ്സിലായില്ലേ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സുരക്ഷിതമായിട്ടുള്ള ജോലിസ്ഥലം മാത്രമേ ഒരു സ്ഥാപനത്തെ ദീർഘകാല വിജയത്തിലേക്ക് നയിക്കുകയുള്ളൂ. അവസാനമായിട്ട് ഒരു കാര്യം മാത്രം ഓർക്കുക, സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിയമമല്ല, അതൊരു കൾച്ചറാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴെന്നും പറയാറുള്ളത് പോലെ മറ്റൊരു ദിവസം മറ്റൊരു സബ്ജക്റ്റുമായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.